വിസറൽ ഫാറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനലിൽ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫാറ്റാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് റിസർവ് ആയിട്ടുള്ള ഒരു ഫാറ്റ് കൂടെയാണ്. എന്നാൽ ഈ ഫാറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് ഈ ഫാറ്റ് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും പറ്റില്ല. വല്ല CT ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഈ വിസറൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖം, ഇനി സ്ട്രോക്ക് എന്നിങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. BP ഹൈ ആയിട്ടുള്ളവർക്കും ഡയബറ്റിസ് കൂടിയിട്ടും കൊളസ്ട്രോൾ ലെവൽ കൺട്രോളും ആവാത്തവരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് ഈ വിസറൽ ഫാറ്റ് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫാറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുവിധം എല്ലാ പാർട്ടിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകും. അതായത് ഇതിപ്പോൾ തലച്ചോറിലാണെങ്കിൽ ഡിമെൻഷ്യ പോലെ അല്ലെങ്കിൽ അൾസീമസ് പോലുള്ള ഓർമ്മക്കുറവ്, അങ്ങനത്തെ അസുഖങ്ങളും. ഇനി അത് നമ്മുടെ എല്ലുകളിലാണെങ്കിൽ എല്ല് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. ഇനി ഗാൾ ബ്ലാഡറിലാണെങ്കിൽ, അതായത് പിത്തസഞ്ചിയിലാണെങ്കിൽ, ഇനി നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവാൻ, ഹാർട്ടിലാണെങ്കിലും എന്നിങ്ങനെ എല്ലാ, അതുപോലെ തന്നെ ബാക്ക് പെയിൻ കൂടാനും എന്നിങ്ങനെ ഒരുവിധം എല്ലാ നമ്മളെ ഓർഗൻസിലും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളെ വിസറൽ ഫാറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫാറ്റ് പോയിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, അതായത് സൈറ്റോകൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ. ഈ സൈറ്റോകൈന് നീർക്കെട്ട് കൂട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഈ ഫാറ്റിന് വേറൊരു കഴിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹോർമോണിൽ പോയിട്ട് ട്രിഗർ ചെയ്തിട്ട് ഹോർമോൺ ഇൻബാലൻസ് വരുത്തി അതുപോലെ തന്നെ അതിന് വീണ്ടും നീർക്കെട്ടുണ്ടാക്കാനുള്ള ഒരു കഴിവ്. ഈ ഫാറ്റ് ലിവറിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് രക്തക്കുഴലിലൂടെ പോയിട്ട് അടഞ്ഞു നിൽക്കും. എന്നിട്ട് അവിടെ കെമിക്കൽസും അതുപോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള ഹോർമോൺസും എല്ലാം ഉണ്ടാക്കി അത് ഡയറക്റ്റായിട്ട് ലിവറിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിസറൽ ഫാറ്റ്. ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം നോക്കാം. നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ്, അതുപോലെ സിറ്റപ്സ്, പിന്നെ ബ്രിസ്കായിട്ട് നടത്തം എന്നിങ്ങനെ ഉള്ള എക്സസൈസ് വളരെ നല്ലതാണ്. ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിലാണ്. നമ്മൾ അറിയാതെ തന്നെ ഈ കൊഴുപ്പ് നമ്മളിൽ അടിഞ്ഞു പോകുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റവും പിന്നെ കൂടുതൽ ഷുഗർ കണ്ടൻറ്റും അതുപോലെ പാക്ഡ് ഐറ്റംസും കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ബാലൻസ്ഡ് ആക്കിയിട്ട് ഒഴിവാക്കി വേണം കൂടുതൽ വെജിറ്റബിൾസും അതുപോലെ ബാലൻസ്ഡ് ഡയറ്റും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം.